+1 ഹ്യൂമാനിറ്റീസും കൊമേഴ്സിന്റെ കുട്ടികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം തരാൻ. എന്താണ് സാറേ, ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നതാണോ? അല്ല, നമുക്ക് നമ്മുടെ ഒരു സക്സസ് റേറ്റ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയ ശതമാനം എത്രയാണെന്ന് നോക്കുക. അതായത് കഴിഞ്ഞ വർഷത്തെ, മുമ്പത്തെ ഒന്നും എടുക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ, അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ട് ആയതാണെങ്കിലോ. യെസ് മക്കളെ, നമ്മളെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിലൂടെ വരും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ കാര്യത്തിലേക്ക് വരാം. മക്കളെ, നമ്മുടെ കൊമേഴ്സിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2019 മുതലുള്ള ഒരു പെർസെൻറ്റേജ് നിങ്ങൾ എടുത്ത് നോക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാൻ പറ്റും. 2020-21 ആ ഒരു എക്സാം ഒഴിച്ചു കഴിഞ്ഞാൽ, എന്താ സാർ ആ എക്സാം ഒഴിച്ചു കഴിഞ്ഞാൽ, മകൾ ആ സമയത്ത് കൊറോണയായിരുന്നു, കുറച്ച് സിമ്പിളായിട്ടായിരുന്നു എക്സാം, പിന്നെ വാല്യുവേഷനൊക്കെ ഏകദേശം അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്കറിയാലോ, SSLC വരെ ഏകദേശം 1.5 ലക്ഷത്തോളം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ആകെ അത്ര ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. യെസ്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാതും നമ്മുടെ ഗ്രാഫ്. ഇപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിൽ മക്കളെ, നേരെ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരാം, കുത്തനെ കുറഞ്ഞു വരാം. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ഒരു ഇയർ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ 2019 മുതൽ 20, 21, 22 ഇങ്ങനെ കൊടുത്തതാണെങ്കിൽ നേരെ ഗ്രാഫ് എന്ത് ചെയ്യാണ്, കുത്തനെ കുറഞ്ഞു വരാം. അങ്ങനെ കുത്തനെ കുറഞ്ഞ് 2024, 25 അക്കാഡമിക് ഇയറിലെ ഹ്യൂമാനിറ്റീസിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാം മക്കളെ? ഏകദേശം 69 വരുന്നത്. 69 വരെ 70 തന്നെ കൊടുക്കാം. അതായത് മക്കളെ, നിങ്ങളുടെ കൂട്ടത്തിലെ 10 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ 3 പേര് തോൽക്കുന്നു. ഇതാണ് ഞാൻ ജാഗ്രത എന്ന് പറഞ്ഞത്. 10 ആൾ എക്സാം എഴുതിയാൽ 3 ആൾ തോൽക്കുന്നു. ജസ്റ്റ് പാസ് അല്ല കേട്ടോ പറയുന്നത്, 3 ആൾ തോൽക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു റേറ്റിംഗ് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. മക്കളെ, കൃത്യമായിട്ട് നിങ്ങൾ പറയും. ഇതേപോലെ തന്നെയാണ് കൊമേഴ്സിന്റെ കാര്യം. അതായത് 70 സംതിങ് മാത്രമേ ഉള്ളൂ. ഇനി സയൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ SSLCക്ക് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ +1 ആവട്ടെ, നിങ്ങൾ +2 ആവട്ടെ, നിങ്ങൾ +1 ആവട്ടെ, നിങ്ങൾ +2 ആവട്ടെ, നിങ്ങൾ ഇപ്പോഴേ ജാഗ്രത നടത്താൻ പറയാൻ കാരണം, നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് ഒരു പക്ഷേ ഫ്ലെക്സിൽ വരെ ഫോട്ടോ വന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. എങ്ങനെയാണ് ഫ്ലെക്സിൽ ഫോട്ടോ വരിക? അല്ലെങ്കിൽ നിങ്ങൾ പല സ്റ്റേജിലും ആ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കയറിയവരായിരിക്കും നിങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചു? അതായത് നിങ്ങളുടെ മാർക്ക് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതേ കുട്ടികളെ നിലടാ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടി വന്ന് 10ാം ക്ലാസ്സിൽ 99.9, അതായത് എല്ലാവരും ജയിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എക്സാം എഴുതാത്തവർ ചിലപ്പോൾ സുഖമില്ലാത്തതിൻ്റെ പേരിലോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണോ എക്സാം എഴുതാത്തവർ മാത്രമേ തോറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ജയിച്ചു. പക്ഷെ ഇത് +1ലേക്കും +2ലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെ ഇവർക്ക് പാസ്സാവാൻ കഴിയുന്നില്ല? എന്താണ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മോശവും 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് നല്ലതായതുകൊണ്ടാണ്? അല്ല, ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിനുണ്ട്, +1, +2 നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനുണ്ട്. പിന്നെ എന്ത് പറ്റി നിങ്ങൾക്ക്? ഒന്നാമത്തെ റീസൺ, നിങ്ങൾ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ ശരിയാണ് എന്നുള്ള മൈൻഡ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഒന്ന്, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ഒരു ചൂടില്ലപ്പോൾ. ഇതുവരെ നിങ്ങളൊരു പബ്ലിക് എക്സാമിനെ ഫോക്കസ് ചെയ്യാതെ, ഫേസ് ചെയ്യാതെ വന്ന് 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു എക്സാം ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ ചൂട് കഴിഞ്ഞു. +1ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചൂട് കഴിഞ്ഞു. +1ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സും നാട്ടുകാരും വീട്ടുകാരും ഒന്നും നിങ്ങളോട് പറയുന്നില്ല. അതായത് 10ാം ക്ലാസ് അല്ലടാ എന്ന് പറഞ്ഞ പോലെ ഒരു വാക്കെങ്കിലും +1 അല്ലടാ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ ജനുവരി മാസം ആയി കഴിഞ്ഞപ്പോൾ കുടുംബക്കാർ, അമ്മായികളും അമ്മായിക്കാക്കും എല്ലാവരും കൂടി നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ +1ലേക്കും +2ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദിച്ചില്ല. ഇതൊക്കെ കാരണമല്ലേ നിങ്ങൾ? അതായത് പിന്നിൽ നിന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്താനില്ല. സാറെ, ഭയപ്പെടുത്തിയോണ്ട് ഞങ്ങൾ പാസ്സാവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഭയം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഭയമല്ല. ഭയം പല വിധത്തിലുണ്ട്. ഇത് നമ്മുടെ പാരൻസിനോട് നമ്മൾ ഭയമുണ്ടെന്ന് പറയില്ല പാരൻസിനെ, പക്ഷെ അത് ഭയമല്ല, അത് റെസ്പെക്റ്റ് ആണ്. പക്ഷെ നമ്മൾ പറയും എൻ്റെ അച്ഛനെ എനിക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ അമ്മയെ പേടിയാണ്, ഇത് അറിഞ്ഞ പ്രശ്നമാണ്. അത് പേടി കൊണ്ടല്ല മക്കളെ, അത് ആ ഭയത്തിൻ്റെ പേര് റെസ്പെക്റ്റ് ആണ്. അതാണ് നിങ്ങൾക്ക് ഭയമായിട്ട് തോന്നുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, വീണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിൽ
10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് +1 ഒരു എൻട്രി മാത്രമായിരുന്നു അത്, അല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അന്ന് എല്ലാവരും നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിൽ ഫോട്ടോ വരാന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും നിങ്ങളെ പിന്നാലെ കൂടി. നിങ്ങൾക്കും ആ ചൂടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കേണ്ടത് +1 +2 ഒന്നല്ല. പക്ഷെ നിങ്ങൾക്ക് അടുത്ത എൻട്രി ഡിഗ്രിക്ക് പോവണ്ടേ, ഡിഗ്രിക്കോ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണ്ടേ? ഏത് മാർക്കാണ്? 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചാണ്. ഇനി നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് അറിയോ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങൾക്ക് വോട്ടർ ഐഡിയിൽ ചേർക്കാനും പാസ്പോർട്ട് എടുക്കാനും മാരേജ് സർട്ടിഫിക്കറ്റിനും മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC ബുക്ക് പറ്റുക. അല്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു എൻട്രി ആയിട്ട് നിങ്ങൾക്ക് പറ്റുമോ നോക്ക്. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയൽ കാർഡ് മാത്രമാണ് ഈ ഒരു SSLC ബുക്ക് ഇനി ആയി മാറുന്നത്. ആ SSLC ബുക്കിൽ 10A+ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, 9A+ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, 5A+, 5A ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും +2 കഴിഞ്ഞ് പോകുമ്പോൾ ആരും സീറ്റ് തരൂല. 10ാം ക്ലാസ്സിൽ എൻ്റെ മോള് നന്നായി പഠിച്ചിരുന്നു, 9ാം ക്ലാസ്സിലും 10ലും എൻ്റെ മോൻ നന്നായി പഠിച്ചിരുന്നു. അത് വെച്ചിട്ട് ഡിഗ്രിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ സാറെന്ന് കെഞ്ചി ചോദിക്കുന്നത് നിങ്ങളുടെ പാരൻസ് ആയിരിക്കും. കൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെക്കാളും മാർക്കുള്ള പല കുട്ടികളും അവിടെ കോളേജുകളിലേക്ക് വന്ന് അഡ്മിഷൻ വാങ്ങി പുല്ല് പോലെ നിങ്ങളുടെ മുന്നിൽ സ്റ്റാറ്റസും ഇട്ട് അവർ ന്യൂ ജേണി എന്ന് പറഞ്ഞിട്ട് ആദ്യ ദിവസം അവർ പോസ്റ്റ് ഇടും. അപ്പോഴും നിങ്ങൾ എന്താ കാട്ടുക? നിങ്ങൾ തോറ്റ വിഷയം എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള ആ നെട്ടോട്ടത്തിലാവും. തോറ്റുപോയ വിഷയം ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം, ചിലപ്പോൾ അക്കൗണ്ടൻസിലായിരിക്കാം, ചിലപ്പോൾ എക്കണോമിക്സിലായിരിക്കാം, ഹിസ്റ്ററി ആയിരിക്കാം, പൊളിറ്റിക്സ് ആയിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തല കുനിക്കേണ്ടി വരുന്ന ഒരു നിമിഷത്തെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, റെഡി ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നിങ്ങൾ ഏതെങ്കിലും ബുക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇന്ന് ഞാൻ അത് പഠിച്ചിരിക്കുമെന്ന്. ഇത് കേട്ടിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, തോൽക്കാൻ റെഡി ആയിക്കോളൂ നിങ്ങൾ. അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യമേ നിങ്ങളോട് പറയുന്നുള്ളൂ, നമുക്ക് തരാൻ പറ്റിയ പ്രീ ബൂസ്റ്റർ ബാച്ചാണ്. ഈ പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് നമ്മൾ സെറ്റാക്കി തരും. നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്കും ചാപ്റ്റർ ഫുള്ള് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതിൽ നിങ്ങൾ കാണാം വ്യക്തമായിട്ട്. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ബാച്ചിന്റെ പ്രൊമോഷനായിട്ട് പറയുന്നല്ല, ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ കുട്ടികളാണെങ്കിൽ ഞാനിങ്ങനെ പറയൂല. കാരണം അവരെ മക്കളെ എന്ന് വിളിച്ചിങ്ങനെ സ്പൂൺ ഫീഡിങ് കൊടുക്കുന്ന പോലെ, വായിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുന്ന പോലെ കൊടുക്കും. ഇത് നിങ്ങൾ വലുതായില്ലടാ. ഇനി നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന പോലെ പോത്തുപോലെ വലുതായില്ലേ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ. ഇനിയും നമ്മളിങ്ങനെ വായിലേക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ചെയ്തു തരുന്ന പോലെ ചെയ്തു തരുമെന്ന് നിങ്ങളെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി നിങ്ങളാണ്. കാരണം നിങ്ങൾ ആ പാരൻസിനെയാണ് നിങ്ങൾ മതിമറക്കുന്നത്, ആ പാരൻസിനെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്, ആ പാരൻസിനെയാണ് പറ്റിക്കുന്നത്. മക്കളെ തല ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ റെഡി ടു സ്റ്റഡി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ +1 ആവട്ടെ +2 ആവട്ടെ, ഏറ്റവും നല്ല മാർക്കിൽ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല മാർക്കിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. ഇത് ഷുവറാണ്. താങ്ക് യു.